രോഹിത് വീട്ടിലെ കാര്യങ്ങൾ രവിയേട്ടനാണ് നോക്കുന്നേ. ഒരു ഗ്യാസ് കുറ്റി കണക്ട് ചെയ്യുന്ന രവിയേട്ടനാണ്. ചേട്ടാന്ന് വിളിച്ചാൽ മതി, രവിയേട്ടൻ വെളിപ്പുറത്തുണ്ട്, വെളിപ്പുറത്താണ് ചെയ്യുന്നത്. ശരി, ഒന്നും എന്നെ കൊണ്ട് ചെയ്യിക്കില്ല, എല്ലാം തനിയെ ചെയ്യുള്ളൂ എല്ലാ കാര്യങ്ങളും. ദാസേട്ടനോട് കയ്യിലൊരു സൈക്കിളുമായി നടക്കുന്ന രവീന്ദ്ര മാഷ് പറഞ്ഞത് 2 കാർ വാങ്ങണം. രവീന്ദ്ര മാഷ് എത്ര കാർ വാങ്ങിയിട്ടുണ്ടാവും? ഈശ്വര, അതല്ല ഞാൻ പറഞ്ഞു, ഭഗവാന്റെ എല്ലാവേ നമ്മൾ ഭഗവാന്റെ കാര്യത്തിൽ വരുമ്പോൾ ഒന്നും അറിയില്ല. ഭഗവാൻ എന്തൊക്കെയാണ് നിശ്ചയിക്കുന്നത്. നമ്മൾ സാധാരണ മനുഷ്യർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ നടക്കാൻ പോകുന്നത് നമുക്കറിയാം. ഇപ്പം ഞാനിങ്ങനെ ഇരുന്നു, എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഒരിക്കലും ടെൽമാന്നൊരു പാട്ട് വരുന്നുണ്ട്, പഴിപ്പോഴുണ്ട് വരും. ടെൽമ ഇങ്ങനെ ഭയങ്കര ഇതാണ്. അപ്പോൾ രവിയേട്ടൻ ആ ടെൽമ കൊടുത്തിരുന്ന സാരിയിൽ, ടെൽമ ഈ സാരി എവിടുന്നാ വാങ്ങിച്ചതെന്ന് ഇങ്ങനെ മുന്തേലിൽ പിടിച്ചു. അത്ര തന്നെ ഞാനെന്ത് ഉണ്ടാക്കിയ ബഹളത്തിന് കോൺഫിഡൻസ്. അപ്പോൾ പറയും, പക്ഷേ അവ ആ ഒരു സാരി എനിക്കൊന്ന് വാങ്ങിക്കാൻ വേണ്ടി ഞാനൊന്നും ചോദിച്ചില്ല, എന്തിനാ പിടിച്ചത്. പക്ഷെ നമ്മുടെ ആ സമയത്ത് ഇന്ന് എനിക്ക് ഓർമ്മയുണ്ട്, ദാസേട്ടൻ സ്ട്രേറ്റ് വീട്ടിൽ വന്നിട്ടാണ് ഇത് പറയുന്ന ആലോചിക്കണം. ഈ ഭരണി സ്റ്റുഡിയോയിലേക്ക് ചെല്ലാനും ശശികുമാർ സാറിനെ കാണാനും. അതായത് വീട്ടിൽ വന്നെന്ന് വെച്ചാൽ ഞങ്ങളന്ന് താമസിക്കുന്ന പിന്നെ വണ്ണിയർ സ്ട്രീറ്റ് എന്ന് പറഞ്ഞ സ്ഥലത്ത്, കോടമ്പാക്കത്ത് വണ്ണിയർ സ്ട്രീറ്റ് എന്ന സ്ഥലത്താണ്. ഒരു വീടിൻ്റെ മേലത്തെ പോർഷനാണ് താമസിക്കുന്നത്. 3 കുട്ടിയുണ്ടായിരുന്നു. കൊച്ചുകുട്ടി തൊട്ടിൽ കിടക്കുന്ന 3 മാസമായിട്ടേ ഉള്ളൂ, ചെറിയ കുട്ടി ജനിച്ചിട്ട് 3 മാസമാണ്. അപ്പോൾ താഴേന്ന് ഈ നമ്മുടെ ലതികയുടെ ബ്രദറുണ്ട്, ലതിക പാട്ടുകാരുണ്ടല്ലോ, അതുണ്ട്, ബാബു ഉണ്ട്. ബാബുവൊക്കെ ഇടയ്ക്ക് വീട്ടിൽ വരുന്നതാണ്. ബാബു ഓടിച്ചാടി കയറി വന്നു രവിയേട്ടൻ. അപ്പോൾ രവിയേട്ടനാൾ വീട്ടിലിങ്ങനെ സാധാരണയായിട്ട് കുട്ടികളെ എടുക്കുക വെച്ചിട്ട് ശരി ഇരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വീടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളെ വിളിക്കാനൊന്നും പറ്റും. താഴെ ഹൗസ് ഓണർക്ക് കുറേ പശുക്കളുണ്ട്, ആ ഗേറ്റിലൊക്കെ ഇട്ടിരിക്കുന്നത്, ചാണിയും ചൊളിയൊക്കെ ഇട്ടിരിക്കുന്നു. അവർക്കണം പടിക്കെട്ട് മേലെ പോകണം. അപ്പോൾ ദാസൻ്റെ പോലെ ഒരാൾ, ദാസേട്ടൻ അന്നേ ബെൻസ് കാറിൽ വരുന്ന ആളാണ്. ശരി, ദാസനെ പോലെ ഒരാളെ നമ്മൾ വീട്ടിലേക്ക് ക്ഷണിക്കാൻ പറ്റില്ല. അത് നമ്മൾ അറിയുന്നില്ല. ഈ ബാബു ഓടി വന്നിട്ട് രവിയേട്ടനോട് പറഞ്ഞു, രവിയേട്ട ദാസേട്ടൻ താഴെ കാറിലിരിക്കും, ഒന്ന് ഇറങ്ങി വാന്ന് പറഞ്ഞിട്ട് താഴെ ദാസേട്ടൻ ഇവിടെ വരികയെ സ്ഥലത്ത് എന്ന് വെച്ചാൽ കുറച്ച് മോശം എന്ന് വെച്ചാൽ ചേരി പോലത്തുള്ള അങ്ങനത്തെ ഒരു സ്ഥലമാണ്, ഒരു ഏരി, അത്ര നല്ല റിച്ച് ഏരിയ ഒന്നും അല്ലത്. ശരി, അങ്ങനെ ദാസേട്ടൻ രവിയേട്ടൻ പാരപരത്ത് ചിലപ്പോൾ ഏതോ ഒരു തയ്ച്ചോണ്ടൊക്കെ ഇരിക്കുകയായിരുന്നു ആൾ. അപ്പം ചാടിപ്പോയി എടുത്ത് ഓടി ചാടിപ്പോയി. അപ്പോൾ ദാസേട്ടൻ പറഞ്ഞ് കാറിലിരിക്കാം, കാറിലേക്ക് കയറ്റി എടുത്തിട്ടാണ് കാര്യം പറഞ്ഞത്. അതുപോലെ നീ ഉടനെ തന്നെ ഭരണി സ്റ്റുഡിയോയിൽ ചെല്ലണം, അവിടെ ശശികുമാർ സാറുണ്ട്. ശശികുമാർ സാറിന് കാര്യങ്ങളെല്ലാം പറഞ്ഞു വെച്ചിട്ടുണ്ട്, നീ ചെന്ന് കണ്ടാൽ മതി, ബാക്കി കാര്യങ്ങളൊക്കെ. എന്നിട്ട് അന്ന് രവിയേട്ടൻ്റെ വാഹനം സൈക്കിളാണ്. ഈ സൈക്കിളിലൊന്നും നീ പോകരുത്, ടാക്സി എടുത്തിട്ട് പോകും. ടാക്സി എടുത്ത് ടാക്സി പൈസയും കൊടുത്തിട്ട്, ടാക്സി പൈസ ഒരു ഇതിൽ പോകുമ്പോൾ ഡയറക്ടറെ കാണാൻ പോകുമ്പോഴത്തേക്ക് ഒരു മര്യാദ പോകണ്ടേ. അങ്ങനെ ദാസേട്ടൻ പറഞ്ഞിട്ട് അവിടെ പോയി ശശികുമാർ കണ്ടപ്പോൾ ശശികുമാർ പറഞ്ഞു, രവിയേട്ടൻ പോയി കണ്ടപ്പം അയാൾക്ക് അപ്പോഴും താല്പര്യമില്ല, കാരണം സ്വാഭാവികമാണല്ലോ, താല്പര്യമില്ല. യേശു പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ സമ്മതിച്ചിരിക്കുന്നത്. താൻ നല്ലപോലെ ചെയ്യണം, ചെയ്തില്ലെങ്കിൽ ഞങ്ങൾക്ക് മാറ്റേണ്ടി വരും, ശശികുമാർ സാർ പറഞ്ഞു. അതിപ്പം ആര് പറഞ്ഞാലും പാട്ട് നന്നായില്ലെങ്കിൽ നമുക്ക് ചിന്തിക്കേണ്ടി വരും. അതുകൊണ്ട് വന്നിട്ട് ഏറ്റവും മനോഹരമായിട്ട് ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് അത് പ്രത്യേകം പറഞ്ഞു. യേശുവിൻ്റെ നിർബന്ധം കൊണ്ട് മാത്രമാണ് ഞങ്ങൾ സംബന്ധിച്ചത്, ശശികുമാർ സാർ പറഞ്ഞു. അങ്ങനെയാണ് ആ പടത്തിൻ്റെ ദാസേട്ടൻ അത്രത്തോളം അതിൻ്റെ റോളുണ്ട്. എല്ലാവരും ചോദിക്കും ദാസൻ്റെ കൊണ്ട് മാത്രം എന്താ പാടിക്കുന്നത്. പിന്നെ ദാസൻ പാട്ടാത്ത ആളാണെങ്കിൽ നമ്മൾ പാടിക്കൂല. പക്ഷെ ദാസന്റെ പോലെ പാട്ട് ഗന്ധർവൻ വേറെ ഇല്ല. പിന്നെ ഗന്ധർവനെ കൊണ്ട് ആര് പാടി. ഇവരുടെ സൗഹൃദത്തിൽ ദാസേട്ടൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ മുന്നിൽ നിൽക്കുമ്പോൾ മറ്റൊരാളെ പറ്റി ചിന്തിക്കേണ്ട കാര്യം. ഈ സൗഹൃദം കൂടെ, ഈ ഒരു കടമയും കടപ്പാടും കൂടെ നമുക്കുള്ളത് കാരണം ശരി, രവിയേട്ടൻ ഒരിക്കലും ദാസേട്ടനെ ദാസേട്ടൻ അല്ലാതെ രവിയേട്ടൻ വരില്ല. പിന്നെ അതുകൊണ്ടാണല്ലോ ഇന്നും ആ പാട്ടുകളൊക്കെ അങ്ങനെ നിൽക്കുന്നത് കൊണ്ടാണ്, ദാസേട്ടൻ്റെ ആ കോമ്പിനേഷനാണ്. ദാസേട്ടൻ്റെ ശബ്ദത്തിൽ കൂടെ വന്നുകൊണ്ടല്ലേ. രവിയേട്ടൻ മ്യൂസിക് ചെയ്തെങ്കിലും ശരി, ഒരു പാട്ടുകാരൻ നന്നായിട്ട് പാടി എല്ലാം ഇവരെ കൊണ്ട് മുകളിലിരിക്കുന്നവൻ ചിന്തിപ്പിച്ചതായിരിക്കും ദാസേട്ടനെ കൊണ്ട് ആ പടം. അതിനെന്താ സംശയം? എല്ലാം ദൈവത്തിന്റെ ഓരോന്ന് നിശ്ചയിക്കുന്നു. അമ്മ ഈ 2 മണിക്കൂറായിട്ട് നമ്മുടെ കഥ പറഞ്ഞിട്ടും അമ്മയുടെ കണ്ണ് നിറഞ്ഞത് ഇപ്പോഴാണ്. ഇല്ല, ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഘട്ടമൊക്കെ ഒന്ന് ശരി വെച്ചാൽ നമ്മൾ ആ ഒരു സമയം നമ്മൾ മറക്കാൻ പാടില്ല. ഞങ്ങളത് മറന്നിട്ടുമില്ല. അത് രവിയേട്ടൻ ഒരിക്കലും അവസാന നിമിഷത്തിൽ പോലും രവിയേട്ടൻ മറന്നിട്ടില്ല. ആ ഒരു എന്നിട്ട് ആ ഒരു കടപ്പാട് രവിയേട്ടനുണ്ടായിരുന്നു. ഒരുപാട് പേര് രവിയേട്ടനെ വിമർശിക്കും, രവിയേട്ടൻ എന്തുകൊണ്ട് യേശുദാസിനെ കൊണ്ട് മാത്രം പാടി. തീർച്ചയായിട്ടും വേറെ ആൾക്കാർക്കും പാട്ട് കൊടുക്കാം, അതില്ലെന്ന് നമ്മൾ പറയുന്നില്ല. പക്ഷേ യേശുദാസിനെ പോലെ എത്ര പെർഫെക്റ്റ് ആയിട്ടുള്ള സിംഗർ ഉള്ളപ്പം ആരാണെങ്കിലും അതിൽ ചിന്തിക്കുള്ളൂ. ഇപ്പോൾ ദാസന് പാടാത്ത ആളാണെങ്കിൽ ശരി, അങ്ങനെ വലിയ കൊടുത്തു എന്ന് പറഞ്ഞിട്ട് പേര് ദോഷം ഉണ്ടാക്കാം അല്ലേ. പാടാത്ത ആളിനെ കൊണ്ട് പാടിച്ചു എന്ന്. ഇതപ്പോൾ അങ്ങനെ അല്ലല്ലോ, ദാസേട്ടനല്ലേ ഉള്ളൂ ഓപ്ഷൻ. എല്ലാം കിട്ടുന്ന വെച്ചാൽ ആ കോമ്പിനേഷൻ വെച്ചാൽ അവർ രണ്ടുപേരും മനസ്സറിഞ്ഞവരാണ്. ദാസേട്ടൻ എന്നോടും പറയുമല്ലോ, ഞങ്ങൾ നിങ്ങളുടെ കെമിസ്ട്രി അങ്ങനെയാണ്. അവൻ എന്താ ചിന്തിക്കുന്നത് എനിക്ക് മനസ്സിലാകും. അന്ന് ദാസേട്ടനോട് കയ്യിലൊരു സൈക്കിളുമായി നടക്കുന്ന രവീന്ദ്ര മാഷ് പറഞ്ഞത് 2 കാർ വാങ്ങണം. രവീന്ദ്ര മാഷ് എത്ര കാർ വാങ്ങിയിട്ടുണ്ടാവും? ഈശ്വര, അതല്ല ഞാൻ പറഞ്ഞു, ഭഗവാന്റെ എല്ലാവേ നമ്മൾ ഭഗവാന്റെ കാര്യത്തിൽ വരുമ്പോൾ ഒന്നും അറിയില്ല. ഭഗവാൻ എന്തൊക്കെയാണ് നിശ്ചയിക്കുന്നത്. നമ്മൾ സാധാരണ മനുഷ്യർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ നടക്കാൻ പോകുന്നത് നമുക്കറിയില്ല അല്ലേ.
അടുത്ത നിമിഷം അടുത്ത ദിവസം ഒന്നും അറിയില്ല. പക്ഷെ നമ്മൾ അഹങ്കരിക്കും, ഞാനാണ് ഓരോന്നും ചെയ്തത്. ഇപ്പം നമ്മൾ ഇത്രയും കഥ പറഞ്ഞാൽ ഇതിൽ ഞാൻ എവിടെയുണ്ട്, ഞാൻ ഒന്നും ചെയ്തിട്ടില്ലല്ലേ. ഞാനെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാണെങ്കിലും ഇപ്പോൾ രേട്ടാണെങ്കിലും നമ്മളായിട്ട് ചെയ്തതൊന്നുമില്ല. ദൈവം ഓരോന്നും നടത്തുമായിരുന്നു, ഒരുമാതിരി നടത്തുന്നത്. എന്നെ സംബന്ധിച്ച് ഞാൻ എന്നും അങ്ങനെ ചിന്തിക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ചിന്തിക്കണേ, എനിക്ക് യോഗ്യത ഉണ്ടായിരുന്നോ ഇല്ലെന്ന് എനിക്കറിയാം. രവീന്ദ്രൻ മാഷിനെ പോലെ ഒരാളെ ഭർത്താവായിട്ട് കിട്ടാനുള്ള യോഗ്യത ഉണ്ടായിരുന്നോ എന്ന് ഇന്നും അർഹതയില്ലെന്ന് ഞാൻ രവിയേട്ടനോട് ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട്. രവിയേട്ടന് കുറേ കൂടെ ബെറ്ററായിട്ട് നോക്കാമായിരുന്നു. വെറുതെ ശരി വീട്ടുകാരും പടക്കി എല്ലാവരും പടക്കി എന്താണ് എനിക്ക് എന്നെപ്പറ്റി അങ്ങനെ ചിന്തയായിരുന്നു. പക്ഷെ ആ പ്രണയമായിരിക്കാം, ആ കഷ്ടപ്പാട് ആയിരിക്കാം ഒരുപക്ഷെ. തീർച്ചയായിട്ടും എന്ന് വെച്ചാൽ രവിയേട്ടൻ നമ്മൾ ആ കഷ്ടപ്പാടെല്ലാം കൂടി ഉണ്ടായിരുന്നു. കഷ്ടപ്പാടാണ് ഞങ്ങൾ ഒരുപാട് സ്നേഹിച്ചത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീടാണ് ഇത് നമ്മൾ അല്പങ്ങളും പ്രശ്നം ഉണ്ടാകുന്ന തിരക്കായി തുടങ്ങിയതിന് ശേഷമാണ്. അന്ന് ഞങ്ങൾക്ക് വേറെ ഓപ്ഷനേ ഇല്ല. ഞങ്ങൾ സ്നേഹിക്കുക മാത്രമേ പറ്റുള്ളൂ എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് വേറെ എങ്ങും പോകാനും ഇല്ല, പറയാനും ഇല്ല എന്നില്ല. അങ്ങനത്തെ ഞങ്ങൾ തങ്ങൾ വർത്താനം പറയാനേ ഉള്ളൂ. ഞങ്ങളുടെ മക്കളും മാത്രമായിട്ട് അങ്ങനെ ഒരു രവിയുടെ ലോകവും അതായിരുന്നു. രവിയുടെ കുടുംബം തന്നെ ആയിരുന്നു രവിയുടെ വീട്. മറ്റ് സിനിമാക്കാരെ കളിയാക്കുമായിരുന്നു, ഇങ്ങനെ വീട്ടിലിങ്ങനെ അടച്ചിരിക്കുമെന്ന്. എൻ്റെ ഭാര്യ എൻ്റെ മക്കളും, അല്ലാതെ എനിക്ക് എവിടെയാണ് എനിക്ക് സന്തോഷം എന്ന് പറയുന്ന ഒരു ഇതായിരുന്നു. നമ്മൾ ആ സന്തോഷം കൊടുക്കാൻ തീർച്ചയായിട്ടും ശ്രദ്ധിച്ചിരുന്നു എന്നുള്ളത് മറ്റൊരു കാര്യം. തീർച്ചയായിട്ടും വീട്ടിലൊരു ഞാനിപ്പോഴും നമ്മുടെ സ്പിരിച്വൽ സ്പീച്ചിലൊക്കെ നമ്മൾ പറയാറുണ്ട്, ഒരു ഭർത്താവ് വീട്ടിൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ ഭാര്യ വിചാരിക്കണം, അല്ലേ? ഞാൻ എപ്പോഴും പറയാം, സ്ത്രീകളെ സംബന്ധിച്ചോളം സ്ത്രീകൾക്ക് വന്നിട്ട് പ്രശ്നങ്ങൾ കുറവാണ്. ഭർത്താവിനെക്കുറിച്ച്, മക്കളെക്കുറിച്ച്, വീടിനെക്കുറിച്ച് ഇങ്ങനെ കുറച്ച് ചുറ്റു കാര്യങ്ങൾ ചെയ്തു. പക്ഷെ ഒരു പുറത്ത് പോകുന്ന പുരുഷൻ അതല്ല. ഇറങ്ങുമ്പോൾ തൊട്ട് പ്രശ്നമാണ്. അവർക്ക് എന്തെങ്കിലും ട്രാഫിക് പ്രോബ്ലം ഉണ്ടാകാം, വലിയ പ്രശ്നം ഉണ്ടാകും, അവിടെ തന്നെ ബോസിൻ്റെ പ്രശ്നം ഉണ്ടാകാം, ബോസിൻ്റെ ചീത്ത വിളിയിട്ടുണ്ടാകും, കടക്കാരുടെ പ്രശ്നം ഉണ്ടാകും, വേറെ പ്രശ്നം ഉണ്ടാകും. പല പ്രശ്നങ്ങൾ കഴിഞ്ഞിട്ടാണ് അവർ വീട്ടിലേക്ക് വരുന്നത്, അല്ലേ? പുറത്തുള്ള ആൾക്കാർ ചീത്ത വിളിക്കൊക്കെ അറിയില്ലല്ലോ എന്തൊക്കെയാണ് നടന്നിട്ടുള്ളത്, നമുക്കറിയില്ല. അത്രയും പ്രശ്നങ്ങളുകൊണ്ട് വീട്ടിലേക്ക് വരുമ്പം വീട്ടിലിരിക്കുന്ന ഭാര്യ സ്വയം കൊടുക്കില്ലെങ്കിൽ പിന്നെ വീട്ടിൽ വരുമോ? വരില്ല. അവർ ബാറിലേക്കോ ക്ലബിലേക്കോ ഒക്കെ പോകും, അവർ വാദിക്കാൻ തിരിഞ്ഞു പോകും. അപ്പോൾ എന്ത് ചെയ്യണം? വീട്ടിലിരിക്കുന്ന ഭാര്യമാർ വേണം അത് മനസ്സിലാക്കാൻ. പറയേണ്ടെന്നല്ല, പറയാനുള്ളത് നമുക്ക് അവരോട് പറയാനുള്ളൂ. പക്ഷെ സന്ദർഭം ഈ വീട്ടിലേക്ക് കയറി വരുമ്പോഴത്തേക്ക് ചാടിക്കടിക്കുന്ന എൻ്റെയൊക്കെ സ്വഭാവം അതിനൊക്കെ ശേഷം എത്രയോ മാറി. അതുകൊണ്ടാണ് പിന്നെ നമ്മൾ ഇത്രയും വർഷങ്ങൾ അത്രയും ഇതായിട്ട് ജീവിച്ചത്. അതുകൊണ്ടാണ് എൻ്റെ സ്വഭാവം മാറിയതുകൊണ്ട്. ആദ്യത്തെ എൻ്റെ സ്വഭാവം ആയിരുന്നെങ്കിൽ അത്ര ചേർന്ന് പോകില്ലായിരുന്നു. അതൊക്കെ മാറ്റിയെടുത്തിട്ട് രവിയേട്ടനാണ് ഒരുപാട് കാര്യങ്ങളും എനിക്ക് മാറ്റിയെടുക്കാനായിട്ട് സഹായിച്ചത്. ആ ക്ഷമ, അങ്ങനെ അല്ല ശോഭ എന്ന് പറഞ്ഞിട്ട് നമ്മളോട് പറഞ്ഞു തരാനുള്ള മാനേഴ്സ്. ഓരോരുത്തർ നമുക്ക് ആ ഗ്രാമത്തിൽ വെച്ചിട്ട് നമുക്ക് എവിടെയെങ്കിലും ആരുടെയെങ്കിലും വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ പോലോ അല്ലെങ്കിൽ എങ്കിലും പോകുമ്പോഴത്തേക്ക് എങ്ങനെ ബിഹേവ് ചെയ്യണം, എങ്ങനെ കഴിക്കണം, അതൊന്നും നമുക്കത് അറിയില്ല. അപ്പം അതൊക്കെ അങ്ങനെ കൊച്ചുകുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് പോലെ അതങ്ങനെ അല്ല. ആദ്യമൊക്കെ ഞാൻ ഭയങ്കര സംശയരോഗിയായിരുന്നു. ഞാൻ ചോദിച്ചത് ഇത്ര എന്നെ സ്നേഹിച്ചിരുന്നാലും ശരി എനിക്ക് പോരായിരുന്നു. ഞാൻ പറഞ്ഞിട്ട് ശരി ഇങ്ങനെ സംശയിച്ചുകൊണ്ടേയിരിക്കും. അന്ന് വെച്ചാൽ എനിക്ക് ബാഹ്യത്തിൽ പുറത്തുള്ള ആരെയും അറിയില്ല. അപ്പം പെൺകുട്ടികളോടൊക്കെ ഞങ്ങളുടെ ഗ്രാമത്തിലൊക്കെ ആണെങ്കിൽ പെൺകുട്ടികളോട് സംസാരിച്ചാൽ അത് വേറെ ചിന്താഗതിയേ വരുള്ളൂ, നല്ല രീതി എടുക്കില്ല. ഈ സോഷ്യലിലൊന്നും നമുക്കത് പറയാൻ അറിയില്ല. സോഷ്യലായിട്ട് പെൺകുട്ടികളോടെല്ലാം പെരുമാറും എന്നുള്ളതൊക്കെ ഇപ്പൊക്കെ നമുക്ക് മനസ്സിലാവും, അന്നൊന്നും മനസ്സിലാവില്ല. ആരോട് മിണ്ടിയാലും ഞാൻ വഴക്കുണ്ടാക്കും. അതിന് വേണ്ടിയോടെ പാടാൻ വരുന്ന ഈ തണ്ടപ്പേഴ്സൊക്കെ പാടുന്ന പെൺപിള്ളേരൊക്കെ ഉണ്ട്. അവരുടെയൊക്കെ അവർ ക്ലോസ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും പാടാൻ പോവുകയും എപ്പോഴും ചെയ്യുന്നവർ കൂടെ വർക്ക് ചെയ്യുന്നവരല്ലെന്ന്. അപ്പോൾ എന്നെ ചിലപ്പോഴും കൊണ്ടുപോകും, എന്നെ ചിലപ്പോഴെല്ലാം മിക്കവാറും കൊണ്ടുപോകും. ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കുന്നതാണ്, എന്നെ അപ്പോഴും കൊണ്ടുപോകും. പക്ഷേ അപ്പോൾ എനിക്കിതൊന്നും പിടിക്കുകയില്ല. ശരി, ആ പെൺകുട്ടി വർത്താനം പറഞ്ഞ് ഇഷ്ടപ്പെടില്ല, ഈ പെൺകുട്ടി പറഞ്ഞ ഇഷ്ടപ്പെടില്ല. അവർ ഏട്ടൻ മനസ്സിലാവും. ശോഭ എന്നോട് വർക്ക് ചെയ്യുന്നവർക്ക് പിന്നെ വർത്താനം വരെ ഇരിക്കാൻ പറ്റുമോ? ഞങ്ങൾ പാട്ടിനെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്, ആ പാട്ടിൻ്റെ ആണ് നോക്കുന്നതെന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാനിങ്ങനെ ഇരുത്തും. എനിക്ക് നല്ല ഓർമ്മയുണ്ട്, ഒരിക്കൽ ടെൽമ എന്നൊരു പാട്ട് വരുന്നുണ്ട്, പഴിപ്പോഴുണ്ട് വരും. ടെൽമ ഇങ്ങനെ ഭയങ്കര ഇതായിട്ട് അവരെ വീട്ടിൽ ആ ടെൽമ കൊടുത്തിരുന്ന സാരിയിൽ, ടെൽമ ഈ സാരി ഇട്ടുന്നാ വാങ്ങിച്ചേന്ന് ഇങ്ങനെ മുന്തേനിൽ പിടിച്ച് അത്ര തന്നെ ഞാനെന്ത് ഉണ്ടാക്കിയ ബഹളത്തിന് കോൺഫിഡൻസ്. അപ്പോൾ പറയും ശോഭേ ആ ഒരു സാരി എനിക്കൊന്ന് വാങ്ങിക്കാൻ വേണ്ടി ഞാനൊന്നും ചോദിച്ചില്ല, എന്തിനാ പിടിച്ചത്, വെറുതെ ആ സാരിക്ക് അത്ര ചോദിച്ച പോലെ എന്തിനാ, അല്ല എൻ്റെ സ്വഭാവം പറയാം, അത്രയ്ക്ക് ശല്യപ്പെടുത്ത സ്വഭാവമായിരുന്നു എനിക്ക് പോസിറ്റീവ്. അപ്പോൾ എന്നെയൊക്കെ സഹിച്ച് എന്നെ ഒരു കറക്റ്റ് ഇതിലേക്ക് കൊണ്ടുവന്ന് പിന്നെ നമ്മൾ ഭയങ്കര ഇതായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ രവിയേട്ടൻ്റെ ഓരോ മൂവ്മെൻറ്റ്സും, രവിയേട്ടൻ എന്താ ഉദ്ദേശിക്കുന്നത്, രവിയേട്ടൻ എന്താ എൻ്റെ കണ്ണ് എങ്ങോട്ട് പോയി നമ്മൾ മനസ്സിലാക്കും. അത്രയ്ക്കും രവിയേട്ടനെ പഠിച്ചിട്ടാണ് പിന്നീട് നമ്മളെ ജീവിതം. ആദ്യത്തെ കുറേ കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീടുള്ള ജീവിതം വെച്ചാൽ രവിയേട്ടൻ പ്രൂവ് ചെയ്തോ രവിയേട്ടൻ അങ്ങനത്തെ ഒരാളല്ല, രവിയേട്ടന് വേറെ ഇഷ്ടങ്ങളൊന്നും ഇല്ല, രവിയേട്ടൻ വന്നിട്ട് നമ്മളെ തന്നെയാണ് സ്നേഹിക്കുന്നത്, അത് പ്രൂവ് ചെയ്യുന്ന മാതിരിയാണ് രവിയേട്ടൻ ഒരിക്കലും വീട്ടിൽ വിട്ട് പോകില്ലല്ലോ, എങ്ങോട്ടും പോകാറില്ല. രവിയേട്ടൻ ശരി ഇങ്ങനെ വർക്കിന് പോലും രവിയേട്ടന് പോകാൻ ഭയങ്കര മടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്ത് തിരുവനന്തപുരത്തോ ഒക്കെ വിളിക്കുമ്പോൾ ചെന്നൈയിലില്ല നമ്മളപ്പോൾ അങ്ങോട്ട് പോകുന്നതൊന്നും രവിയേട്ടൻ പറയില്ല. അതൊക്കെ ഒരു അവോയ്ഡ് ചെയ്യും ചിലപ്പോഴൊക്കെ. അത്രയ്ക്കും വീട്ടിൽ നിന്ന് വിട്ടിട്ട് പോകാൻ രവിയേട്ടന് ഇഷ്ടമല്ല. ഈ പോകുന്ന സമയത്തൊക്കെ ഇങ്ങനെ
വിളിച്ചുകൊണ്ടേയിരിക്കും. ഇല്ലാത്തൊരു തോന്നലുണ്ടാവില്ല. എന്ന് വെച്ചാൽ ഇങ്ങനെ അരമണിക്കൂർ വിട്ട് വിളിച്ചുകൊണ്ടേയിട്ട് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കണം നമ്മൾ. അങ്ങനെ റണ്ണിങ് കമൻറ്റ് പറയുന്ന പോലെ ഇപ്പോൾ എന്താ ചെയ്തേ, അങ്ങനെ ചെയ്തേ, അങ്ങനെ ഒരു പിന്നെ നമ്മളോട് അത്രയ്ക്ക് ഒരു ഇത് നമുക്ക് പിന്നെ അറിയാമല്ലോ, പിന്നെ നമുക്ക് മനസ്സിലാവുമല്ലോ ഒരാളിൻ്റെ ഒരു സ്വഭാവം നമ്മൾ മനസ്സിലാക്കി വരുമ്പോഴേ. അങ്ങനെ ആകുമ്പോഴത്തേക്കും അതൊക്കെ നോക്കുമ്പോൾ ആ രീതിയിൽ എല്ലാം കൊണ്ട് ഭാഗ്യമാണ്. അങ്ങനത്തെ ഒരു ഭാഗ്യമൊന്നും ശരി. അങ്ങനെ സിനിമാക്കാരെന്തെല്ലാം രീതിയിൽ നടക്കുന്ന ആൾക്കാരുണ്ട് അല്ലേ. ആ ഭാഗ്യവതിയായ ഭാര്യ, സ്നേഹനിധിയായ ഭർത്താവ് പോയതിനു ശേഷമുള്ള ജീവിതം എങ്ങനെയാണ്? കൃഷ്ണ, അത് തന്നെ എങ്ങനെയാ പറയുക രോഹിത്തെ, നമ്മൾ എത്രത്തോളമൊക്കെ പിന്നെ നമ്മൾ ചിന്തിച്ചാൽ പലർക്കും നമ്മൾ കാണും. ലോകത്തുള്ള എല്ലാവരും വന്നവർ പോകേണ്ടുന്നവരും മരിക്കും എന്നുള്ളത് നമുക്കൊക്കെ അറിയില്ല. മലയാളിക്ക് സംഗീതത്തെയും സിനിമയും ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് പോലും അദ്ദേഹം പോയി എന്ന് വിശ്വസിക്കാൻ ഇപ്പോഴും പറ്റിയിട്ടില്ല. അപ്പൊ എങ്ങനെയാണ് എപ്പോഴും കൂടെ ഉണ്ടായിരുന്ന ഒരാൾ? അതെ അതുപോലെ എപ്പോഴും കൂടെ ഉണ്ട്. അത് എപ്പോഴും കൂടെ ഉണ്ടായിരുന്നു. അതെ, ഭർത്താവ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പോലെ എപ്പോഴും കൂടെ ഉണ്ടാവണമെന്നില്ല, പലരും പലയിടത്ത് പോകും. പക്ഷേ ഇതങ്ങനെയല്ല, എപ്പോഴും കൂടി ഉണ്ടായിരുന്ന ആളാണ്. അതുപോലെ ഞാനുണ്ട് ശോഭ, ഞാനുണ്ട് കൂടെ ഉണ്ട് ശോഭ എന്ന് എപ്പോഴും വാക്ക് തരുന്ന ഒരാൾ. അങ്ങനെ ഒരാൾ എന്താ പറയുക, പെട്ടെന്ന് ഇങ്ങനെ നമ്മളൊട്ടും പ്രതീക്ഷിച്ചായിരുന്നു. നമ്മൾ മറ്റു മരണങ്ങളൊക്കെ അക്സെപ്റ്റ് ചെയ്യും. അങ്ങനെയാണ് മനുഷ്യനായി ജനിച്ചാൽ മരിക്കും എന്നൊക്കെ നമ്മൾ പറയും ഇല്ലേ, നമ്മളെല്ലാവരും പറയുമല്ലോ. പക്ഷെ അവനവനൊന്ന് വരുമ്പോഴത്തേക്ക് അത് അക്സെപ്റ്റ് ചെയ്യുന്നതാണ് ഏറ്റവും വലിയ കഠിനമായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞത്. അത് നമുക്കിനിപ്പോൾ ആരൊക്കെ നമ്മൾ ദൈവം തന്നെ നേരിട്ട് വന്ന് പറഞ്ഞാലും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇനി നമുക്ക് നമ്മുടെ നഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് പ്രത്യേകിച്ച് രവേട്ടൻ പോയെന്ന് വെച്ചിട്ട് വളരെ ഒരു നൊടിയിലാണ് രവേട്ടൻ്റെ ഒരു മരണം എന്ന് വെച്ചാൽ. ആ കാർഡിയാക് അറസ്റ്റ് വന്ന് ഇങ്ങനെ വീണ് നമ്മൾ ചിന്തിക്കുന്ന പോലും ഇല്ല. വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്ന ആൾ മോനോട് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നു, പെട്ടെന്ന് എന്നെ വിളിച്ച് ശോഭ എനിക്ക് നെഞ്ച് അടയ്ക്കുമെന്ന് പറഞ്ഞു. ഞാൻ വെള്ളം കൊടുക്കാൻ ചെല്ലുന്നതിന് മുമ്പ് അത്ര കൂടെ സമയം കിട്ടിയില്ല. എന്നെയും പിടിച്ചോണ്ട് ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ പോയി ഹോസ്പിറ്റലിൽ കൊണ്ട് എത്തിക്കാൻ പോയൊരു സമയം. അതൊക്കെ എങ്ങനെ വിശ്വസിക്കാൻ പറ്റുക? ഒരാൾ ഇങ്ങനെ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് ഇങ്ങനെ പോവുക. വയസ്സുമായിട്ടില്ലല്ലോ, 61 വയസ്സായിരുന്നു പോകുന്ന സമയത്ത്. പക്ഷെ അന്ന് ഞാൻ സ്പിരിച്വലായിട്ടൊന്നും മോചിച്ചിട്ടുള്ള ആളല്ല. നമ്മൾ ഈ രവീന്ദ്രൻ മാഷും മക്കളും മാത്രമായിട്ടുള്ളൊരു ഇതാണ് നമ്മുടെ ലോകം. ഇതിനപ്പുറത്തൊരു ലോകമേ നമുക്കറിയില്ല. അങ്ങനത്തെ ഒരു ലോകം ഇല്ല എന്നുള്ളത്. ഇവരെന്നും നമ്മുടെ കൂടി ഉണ്ടാവും. എപ്പോഴും വാക്ക് തരുന്നുണ്ടല്ലോ, നമ്മുടെ കൂടി ഉണ്ടാകും. രവിയേട്ടൻ എൻ്റെ കൂടിയുണ്ട്. എല്ലാവരോടും ഫൈറ്റ് ചെയ്ത് അവരുടെ വീട്ടുകാരെ മുഴുവനും വെറുപ്പിച്ച് അവസാനം വരയ്ക്കും എനിക്ക് വേണ്ടി അവരോടാണ് പോരാടിക്കുന്നത്. അവരാണെങ്കിൽ അവസാനം വരയ്ക്കും പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കും. രവി ഒരിടത്ത് തന്നെ വിട്ടുകൊടുക്കില്ല, ഒരിടത്തും വിട്ടുകൊടുക്കാതെ. അപ്പോൾ നമുക്ക് ഉറപ്പാണ് രവിയേട്ടുണ്ട് തന്നെ. അപ്പോൾ അങ്ങനെ ഒരാളാണ് പോയിരിക്കുന്നത്. എനിക്കറിയില്ല രോഹിത്, ആ സമയത്ത് ഞാൻ എങ്ങനെയാണ് അതിനെ മറികടന്നു എന്നുള്ള. ശരി, എനിക്ക് ആദ്യമൊക്കെ ഭ്രമമായിരുന്നു, ഞാൻ വിശ്വസിച്ചില്ല അങ്ങനെ പോയിട്ടില്ല. ഞാൻ വിചാരിച്ച് എവിടെയോ പോയിരിക്കുകയാണ്, ഷൂട്ടിങ്ങിനൊക്കെ പോയി, അല്ലെങ്കിൽ റെക്കോർഡിങ്ങിനൊക്കെ പോയിട്ട്. ഇപ്പം ഓരോ ഫോൺ വിലടിക്കുമ്പോൾ ഞാൻ വിളിക്കാറുണ്ട് രവിയേട്ടനായിരിക്കും എന്ന് ചിന്തിക്കുന്ന ഒരു ഭ്രമത്തിലായിരുന്നു കുറച്ച് ദിവസം. അത് അക്സെപ്റ്റ് ചെയ്യാനുള്ളൊരു മനസ്സെനിക്ക് വന്നിട്ടില്ല അപ്പോഴത്തേക്ക് വന്നിട്ട്. അത് ഇല്ല എന്നുള്ളൊരു തോന്നൽ എനിക്ക് വരാൻ തന്നെ കുറേ ദിവസം പിടിച്ചു. അത് കഴിഞ്ഞതിന് ശേഷമാണ് ശരിക്കും ഞാൻ മൗനമായത്. അതുവരെയ്ക്ക് ശരി ഞാൻ നോർമൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഭ്രമത്തിൽ രവേട്ടനുണ്ട്, എവിടെയോ പോയിരിക്കുകയാണ്, എവിടെയോ കമ്പോസിങ്ങിന് പോയിരിക്കുകയാണ്. എൻ്റെ ആങ്ങളമാരൊക്കെ എല്ലാം എന്നിട്ട് എൻ്റെ ബിഹേവ് കണ്ടിട്ട് അവർ വെച്ച് എനിക്ക് വട്ടുപിടിച്ചു എന്ന് വിചാരിച്ചെന്ന് വെച്ചാൽ ഞാൻ ചിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ രവേട്ടൻ വേണ്ട 3-ാമത്തെ ദിവസമൊക്കെ ഞാൻ ചിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഫോൺ എടുക്കുമ്പോൾ ഞാൻ ഓടിച്ചെല്ലും, അപ്പോഴത്തേക്ക് ചെല്ലുമ്പോൾ അല്ല എന്ന് വെച്ചിട്ട് വരും, ഒക്കെ ബിഹേവ് ചെയ്യുന്നുണ്ടിട്ട് അവർക്ക് തോന്നി ശരിക്കും മെൻ്റലി എനിക്ക് എന്തോ പ്രോബ്ലം ആയെന്നൊക്കെ തോന്നിയെന്നുണ്ടോ. പക്ഷെ പിന്നെ പതിയെ ഞാനൊരു അതിൻ്റെ ഒരു തിരിച്ചറിവിലേക്ക് ഇനി ഇല്ല എന്നുള്ള ആ ഒരു തിരിച്ചറിവിലേക്ക് വരുമ്പോഴത്തേക്കാണ് പിന്നെ നമ്മൾ മൗനമായി. പിന്നെ നമുക്കത് അക്സെപ്റ്റ് ചെയ്യേണ്ടുന്ന ഇപ്പോൾ എല്ലാവരും ഈ പറഞ്ഞിട്ട് നമുക്ക് ആരെന്തൊക്കെ ഉപദേശിച്ചാലും ശരി, ആ സമയത്ത് നമുക്കതൊന്നും നമ്മുടെ ഇത് കയറില്ല. നമ്മുടെ നഷ്ടം തന്നെയല്ലേ. ഇനി കാണില്ല എന്ന് പറയുമ്പോൾ ഒരു ചിന്തിക്കാൻ പറ്റാത്തൊരു കാര്യമല്ലേ അതെന്ന് വെച്ചാൽ, ഒരാൾ കൂടി ഇങ്ങനെ ഉണ്ടായിരുന്ന ഒരാൾ ഇനി നമുക്ക് കാണാൻ പറ്റില്ല. അതാണല്ലോ ഏറ്റവും വലിയ ഇത് തോന്നുന്നുണ്ട്. ശരി, ഒരു പക്ഷേ അത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല കേട്ടോ, ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അത് ഒരു അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോഴും നമുക്ക് ആ ഒരു ഫീൽ ഉണ്ടല്ലോ, ഒരു ശൂന്യത. മക്കളൊക്കെ അന്ന് വളർന്നു, മക്കൾക്ക് 10-25 വയസ്സ് 26 വയസ്സൊക്കെ ആയി. 3 മക്കൾ വളർന്ന ആൺമക്കൾ എൻ്റെ കൂടെ ഉണ്ട്. പക്ഷെ എനിക്കൊന്നും കണ്ണിൽ പെട്ടില്ല, എനിക്ക് ശൂന്യതയായിരുന്നു. പക്ഷേ രവിയേട്ടനില്ലപ്പോൾ നമ്മളിങ്ങനെ ഒറ്റയ്ക്കായി. ഇന്നും എൻ്റെ ഫീൽ അതാണ്. ഇന്നും എൻ്റെ ഫീൽ രവിയേട്ടനില്ലാത്തതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്കാണ്. ഞാൻ എവിടെയും പറയുമ്പോഴും പറയും നമ്മൾ ഒറ്റയ്ക്കാണ് ഇരിക്കുന്നത് ഞാൻ പറയുള്ളൂ. അപ്പം മക്കളില്ല, മക്കളൊക്കെ ഉണ്ട്, എൻ്റെ കൂടെ ഉണ്ട്, മക്കളുണ്ട്. അത് മക്കളാണ്. പക്ഷെ രവിയേട്ടനില്ലാത്തത് ഞാൻ ഒറ്റയ്ക്കാണ്. ആ ഒറ്റയ്ക്കുള്ള ജീവിതമായിരുന്നു. നമ്മളൊരു 1-2 വർഷക്കാലം എനിക്കതിന് പുറത്തു വരാനേ സാധിച്ചില്ല. ഒരുപാട് അതിന് സ്ട്രഗിൾ ചെയ്തു. നമ്മുടെ ഒരു വിചാരം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഒരുപാട് അടുത്ത് കേട്ടിട്ടില്ലേ,
ഈ ഒരുപാട് നമ്മൾ അവരെ പറ്റി ചിന്തിച്ചോ അല്ലെങ്കിൽ ഒരുപാട് കഴിഞ്ഞാൽ നമുക്കും കൂടെ മരിക്കാൻ പറ്റുമെന്നുള്ളത് എന്നാൽ ആ ശ്രമത്തിലായിരുന്നു ആ സമയത്തൊക്കെ ഞാനിങ്ങനെ റൂം അടച്ചിട്ടിരുന്ന് രവിയേട്ടൻ്റെ പാട്ടുകൾ കേട്ടുകൊണ്ടേയിരിക്കും എന്ന് വെച്ചാൽ കേൾക്കുമ്പോൾ ഓരോ പാട്ടിൻ്റെയും സന്ദർഭം നമുക്ക് ഓർമ്മ വരും. അപ്പം നമുക്ക് സങ്കടം കൂടുതൽ വരും, കൂടുതൽ ഞാൻ ഉറക്കെ കരയും. അപ്പം എൻ്റെ ഒരു വിചാരം എന്ന് വെച്ചാൽ നമ്മളങ്ങനെ കൂടുതൽ സങ്കടപ്പെടുമ്പോൾ പെട്ടെന്ന് നമുക്കൊരു അറ്റാക്ക് വരും, അല്ലെങ്കിൽ നമ്മൾ മരിക്കുമെന്നുള്ളതായിരുന്നു കേട്ടോ. അതിനുള്ള ശരിക്കുള്ള ശ്രമത്തിലായിരുന്നത്. ആത്മഹത്യ ചെയ്യാനൊന്നും എനിക്ക് ധൈര്യം ഉണ്ടായിരുന്നില്ല, പക്ഷേ കൂടെ മരിക്കുമെന്ന് ഞാൻ സ്വപ്നം അങ്ങനെ വിചാരിച്ചു കുറേ നാൾ. മക്കളൊക്കെ പേടിയാണ്, മക്കളാരും എന്നെ വിട്ടിട്ട് 3 പേരും ഒരുമിച്ച് പുറത്ത് പോവുകയില്ല, ഞാൻ എന്തെങ്കിലും ചെയ്യുമെന്ന് പേടിച്ചിട്ട്. അത്ര ഒരു കണ്ടീഷനിൽ ഞാൻ എത്തിയായിരുന്നു. പക്ഷേ ഒരു വർഷത്തോളൊക്കെ ആയപ്പോൾ എനിക്ക് മനസ്സിലായി നമ്മൾ മരിക്കുകയില്ല. ഇനി ഞങ്ങൾ അങ്ങനെ നമ്മൾ ദൈവം വിചാരിക്കാതെ നമ്മൾ മരിക്കില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊട്ട് ആത്മഹത്യ ചെയ്യാൻ പറ്റുകയില്ല ഇതൊരു സ്ഥിതിയിലെത്തി. അപ്പോഴെനിക്ക് മനസ്സിലായി ഞാൻ എൻ്റെ മക്കൾക്ക് ഭാരമാകണമെന്ന് മനസ്സിലായി, അവർക്ക് ബുദ്ധിമുട്ടാകുകയാണെന്ന്. അവിടെ ഞാൻ തിരിച്ച് ചിന്തിക്കാൻ തുടങ്ങി. രവിയേട്ടൻ പോയി ഇല്ല എന്നുള്ളതായി തീർച്ചയായിട്ടും. അപ്പോൾ ഇവരെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. ഇനി അതിന് ഞാൻ എന്താ ചെയ്യേണ്ടത്? പിന്നെ അടുത്ത എനിക്കുള്ള ചിന്ത, ആരും ബുദ്ധിമുട്ടിക്കരുത് എന്നുള്ള എനിക്ക് ഒരു ഇതായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇവർക്കൊരു ഭാരമാകുന്നുണ്ട് കണ്ടപ്പോഴത്തേക്കും. പക്ഷെ എനിക്കാണെങ്കിൽ ഒന്നും അറിയില്ല, ശരിക്കും പറഞ്ഞാൽ ഒന്നും അറിയില്ല. ഇന്ന് 48 വയസ്സുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. എനിക്ക് 16-ാമത്തെ വയസ്സ് മുതൽ കൂടുതൽ ആളുണ്ടല്ലോ. ഉണ്ട്, എല്ലാത്തിനും. രോഹിത്ത് വീട്ടിലെ കാര്യങ്ങൾ രവിയേട്ടനാണ് നോക്കുന്നത്. ഒരു ഗ്യാസ് കുറ്റി കണക്ട് ചെയ്യുന്ന രവിയേട്ടനാണ്. രവിയേട്ടാന്ന് വിളിച്ചാൽ മതി, രവിയേട്ടൻ വെളിപ്പുറത്താണ് ചെയ്യുന്നത്. ശരി, ഒന്നും എന്നെ കൊണ്ട് ചെയ്യിക്കില്ല, എല്ലാം തനിയെ ചെയ്യുള്ളൂ എല്ലാ കാര്യങ്ങളും. എനിക്കറിയില്ല എന്ന് പറഞ്ഞാൽ നിനക്കറിയില്ല ശോഭ, എന്നെ ഒന്നും അറിയിച്ചിട്ടില്ല. അപ്പം അങ്ങനെ ഒരു മെഡിക്കൽ സ്റ്റോർ മരുന്ന് വാങ്ങി എന്നെ അയക്കില്ല. നിനക്കറിയില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ തന്നെ ഒന്നും അറിയാൻ ഞാനും ഒന്നും അറിയാതെ വളർന്നു. ശരി, ഉണ്ടല്ലോ ആൾ കൂടെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ശരി നമ്മളങ്ങനെ വളർന്നു. ലാസ്റ്റ് ഏത് മരണം വിട്ട് പോയാലും ശരി ഞാൻ ആർക്കും ഒരു വാക്ക് പോലും പറയില്ല. ഇന്നത്തെ ആശ്വാസം ചെയ്യാൻ പറ്റുന്ന കാര്യമേ അല്ല. ഭർത്താവോ അച്ഛനോ മക്കളോ ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ എന്ത് ആശ്വാസം പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ? നഷ്ടം തന്നെയല്ലേ ഒരാളില്ലെന്നുള്ളത്. ഞാൻ എല്ലാവരോടും പറയും, ശരി മരണം വിട്ട് പോയി കഴിഞ്ഞാൽ ഒരു വാക്കും പറഞ്ഞാൽ അയ്യോ സാരമില്ലെന്നൊന്നും പറയാൻ നിൽക്കരുത്. എന്ന് വെച്ചാൽ സാരാണ്, അവരെ സംബന്ധിച്ചുകൊണ്ട് സാരമാണത്, ഏറ്റവും വലിയ സാരമാണ് അത്. അപ്പോൾ അവിടെ നമ്മളൊന്നും പറയാം, മൗനമായിട്ട് പോവുക, മൗനമായിട്ട് വരിക. വേണമെങ്കിൽ അവിടെ കയ്യിലൊന്ന് പിടിക്കാം, ജസ്റ്റ് അതിലെല്ലാം ഉണ്ട്. ചില സമയത്ത് ഒരു ടച്ച് മാത്രമേ ഉള്ളൂ, ഒരു വാക്കും പറയണ്ട. ചിലയിടത്തൊക്കെ ഇരുന്ന് കണ്ടിട്ടില്ലേ, ഇരുന്നുകൊണ്ട് വാച കൂടിച്ച് ആ നേരത്തിൽ ശരി എല്ലായിടത്തും സംഭവിക്കുന്നത്. അവിടെ ഒന്നും അത് പറഞ്ഞിട്ട് കാര്യമില്ല. എത്ര വേദാന്തികളാണെങ്കിലും ശരി ആ സമയത്ത് അവരോട് വേദാന്തം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, അവിടെ മടക്കാറില്ല.